നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് ഈ റോഡിലൂടെ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള വീടാണ് ഈ വീട്. 8.5 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂമുള്ള വീടുമാണിത്. വെള്ള സൗകര്യത്തിന് കുഴൽക്കിണറും പൈപ്പ് കണക്ഷനും ഉണ്ട്. മുകളിലൊക്കെ ഫുള്ള് ഷീറ്റ് ഇട്ടിട്ട് പണിയെടുത്ത വീടാണിത്. വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. അത്യാവശ്യം കായ്ക്കുന്ന 2 തെങ്ങുണ്ട്, പ്ലാവ്, മാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരതിർത്തി കേട്ടോ. ഈ വലത് ഭാഗത്ത് കാണുന്ന കമ്പി വേലി കെട്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരതിർത്തി. പുറകിലേക്ക് അത്യാവശ്യം നല്ല തൊടിമുളപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ലാസ്റ്റ് കാണുന്ന മുരിങ്ങമരമാണ് ഇതിൻ്റെ അതിർത്തി. ഇതിൻ്റെ കിഴക്ക് ഭാഗം സ്ഥലത്തിൻ്റെ കിഴക്ക് ഭാഗം വലിയൊരു പാടശേഖരമാണ്. ഇതാണ് വീടിൻ്റെ പുറകുവശം. വീടിൻ്റെ മുൻഭാഗവും വീടിൻ്റെ കിഴക്ക് ഭാഗവും മതിൽ കെട്ടി സേഫ്റ്റി ചെയ്തിട്ടുള്ളതാണ്. 22 ലക്ഷം രൂപയാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി പറയുന്നത് കേട്ടോ. 8.5 സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ. കാരണം ഈ ഭാഗത്തേക്ക് 2-2.25 സ്ഥലത്തിന് വിലയുള്ള ഏരിയയാണ്. അപ്പോൾ ആ കണക്കിന് നോക്കുമ്പോൾ സ്ഥലത്തിൻ്റെ വില തന്നെ ആയിട്ടുള്ളൂ. ഈ വീടിൻ്റെ പുറകുവശത്ത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട്. ഇതാ ഈ ഭാഗത്താണ്. ഇത് മുകളിലേക്ക് കയറാനുള്ള കോണി. അതിൻ്റെ തൊട്ടാണ് ഈ കോമൺ ആയിട്ടുള്ള ബാത്റൂം. ഇതാണ് കോമൺ ആയിട്ടുള്ള, അത് സാധാ ക്ലോസറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ടോയ്ലറ്റും കുളിമുറിയൊക്കെ പാടെ കൂടിയിട്ടുള്ളൊരു സംഗതി. ഈ ഗോവണി മുകളിലേക്ക് കയറാനുള്ള, ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള ഗോവണി. ഇവിടെ ഒന്ന് ഷീറ്റ് ഇട്ടിട്ട് ഇറക്കിയെടുത്തിട്ട് മതിലിനോട് ചേർത്തിയിട്ടൊരു എക്സ്ട്രാ ഒരു വിറകടുപ്പും ഒരു പാത്രം കഴുകാനുള്ള വലിയൊരു സ്പേസും അവർ ചെയ്തിട്ടുണ്ട്. വിറകൊക്കെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നവർക്ക് അത് ചെയ്യാം. അങ്ങനെ നമ്മളിത് ആ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തി. മുൻവശത്തെ കാഴ്ച ഇതാണ്. ഒരു സൈഡ് മതിൽ കെട്ടിയിട്ട് പച്ചക്കറികളോ ചെടികളൊക്കെ അവിടെ നട്ടിട്ടുണ്ട്. എല്ലാവിധ വാഹനങ്ങളും കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. വീടിൻ്റെ മുൻഭാഗത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സിറ്റൗട്ടിൽ കയറിയതും ഒരു ഹോള്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും. സിറ്റൗട്ടിൽ നിന്ന് നേരെ നമ്മൾ ഹാളിലേക്ക് ഇറങ്ങി കേട്ടോ. ഹാളിലേക്ക് കയറിയാൽ ഹാളിനോട് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് അടുക്കള, 3 ബെഡ്റൂമും ഉള്ളത്. ഇത് ഹാളിൽ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് അവർ. ഹാളിൽ നിന്ന് വലതു ഭാഗത്തേക്കാണ് ആദ്യത്തെ ബെഡ്റൂം. 3 ബെഡ്റൂമുള്ളത് 3ഉം അറ്റാച്ച്ഡ് അല്ല കേട്ടോ. കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് ഇതിലുള്ളത്. അത് 1ാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ ഇത് 2ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 2ാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് 3ാമത്തെ. അതിന് മുന്നേ നമുക്ക് നേരെ ബാക്ക് ഭാഗം ഒരു ഷീറ്റ് ഇട്ടിട്ട്, ഇതാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അവിടെ ബൾബില്ലാത്ത കാരണം അത് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇത് ഒരു ബാക്ക് ഭാഗം ഒരു ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ട് വേറൊരു എക്സ്ട്രാ 2 സ്പേസ് അവർ എടുത്തിട്ടുണ്ട്. മുന്നേ ഇതിൽ വാടകയ്ക്കൊക്കെ കൊടുത്തിരുന്നു, ഡോർ അടച്ചിട്ടിട്ട്. അത് നല്ലൊരു ബാക്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഫാമിലിക്കൊക്കെ താമസിക്കാം, വാടകയ്ക്കൊക്കെ കൊടുക്കണമെങ്കിൽ ചെറിയൊരു ഫാമിലിക്കൊക്കെ കൊടുക്കാം. ഇതാണ് അവിടുന്ന് പുറകിലേക്കുള്ള കാഴ്ച. അവിടുന്ന് നമ്മൾ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളിൽ നിന്ന് തന്നെ ഇടത് ഭാഗത്താണ് 3ാമത്തെ ബെഡ്റൂം. മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ വീടിന്. ഇത് ഹാളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹാളിലെത്തി. അവിടുന്ന് ഇടത് ഭാഗത്താണ് ഇതിൻ്റെ അടുക്കള. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടുക്കള കേട്ടോ. നല്ല വലിപ്പമുള്ള അടുക്കളയാണ്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ചെറിയൊരു വാഷ് ബേസിനുണ്ട് അതിൻ്റെ സൈഡിൽ. അവിടുന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു എൻട്രൻസാണ് ഇവിടെ. പുറത്തേക്ക് ബാത്റൂമിലേക്കൊക്കെ പോകാനും ഈ വിറകടുപ്പ് കത്തിക്കാനുള്ള ഒരു ഭാഗമാണ് ഇവിടെ. ഒരുവിധം ഈ പ്രദേശത്തെ എല്ലാ സ്കൂൾ ബസ്സുകളും കുട്ടികളെ എടുക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഈ റോട്ടിലൂടെ എല്ലാ ബസ്സുകളും വരുന്നുണ്ട്. മാത്രമല്ല NS കോളേജ്, കേന്ദ്രീയ വിദ്യാലയ ഒക്കെ അടുത്താണ്. ഒറ്റപ്പാലം ടൗണിലേക്ക് ആകെ 4 കിലോമീറ്റർ ഉള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ പുറകുവശത്ത് ഇവർ മുന്നേ ഒരു ടീമിന് ചെറിയൊരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു സ്പേസും കൂടി നമ്മൾ കാണിക്കുകയാണ്.
ഇത് കയറിയ ഉടനെ അതൊരു കിച്ചൺ അടുക്കള ഒക്കെ കൂടിയ ഒരു ഭാഗമാണ്. അതിൻ്റെ തൊട്ട് തന്നെ ഒരു ബെഡ്റൂം പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസുണ്ട്. ഈ പ്രോപ്പർട്ടി ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമോ ബിൽഡിങ്ങോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ചാനൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് വിൽക്കാനുള്ള ശ്രമം നടത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.